ലോക പരിസ്ഥിതി ദിനത്തിൽ കാടുകയറി കാടെറിഞ്ഞ ഒരു കൂട്ടം വിദ്യാർത്ഥികൾ. കുഴുത്തോളു ദീപ ഹൈസ്കൂളിലെ കുട്ടികളാണ് വ്യത്യസ്തമായ പ്രകൃതി പഠന യാത്ര നടത്തിയത്. കമ്പംമെട്ടിന് സമീപത്തുള്ള മൊശപ്പാറയിലെ കാടിന്റെ ഉള്ളിലൂടെയാണ് കുട്ടികൾ അധ്യാപകർക്കൊപ്പം യാത്ര നടത്തിയത്. സംരക്ഷിക്കാൻ, നമ്മുടെ ചുറ്റുപാടുകളെ സംരക്ഷിക്കാൻ, നമ്മളായിരിക്കുന്ന ഇടങ്ങളെ സംരക്ഷിക്കാൻ, നമ്മുടെ പ്രകൃതി, നമ്മുടെ പച്ചപ്പുകളെ സംരക്ഷിക്കാൻ പരിസ്ഥിതി ദിനാഘോഷങ്ങളുടെ ഭാഗമായി നമ്മളിവിടെ സംഘടിപ്പിച്ച വളരെ വ്യത്യസ്തമായ മിഷനായിരുന്നു നേച്ചർ വാക്ക്. ഇവരിൽ പലരും കാട്ടിലേക്ക് കയറുന്നത് ആദ്യമായാണ്. കാട്ടിനുള്ളിലൂടെ കാട്ടുവള്ളികളിൽ അള്ളിപ്പിടിച്ച് നൂഴ്ന്നിറങ്ങിയുള്ള യാത്ര. ഒപ്പം കാട്ടുചെടികളെയും കാട്ടുമരങ്ങളെയും തൊട്ടറിഞ്ഞ് കാട്ടുപഴങ്ങൾ രുചിച്ചുമുള്ള യാത്ര കുട്ടികൾക്ക് വ്യത്യസ്ത അനുഭവമായിരുന്നു. നല്ലതായിരുന്നു. നല്ല തണുപ്പൊക്കെ ഉണ്ടായിരുന്നു. വെളിയിൽ ഭയങ്കര ചൂടാണെങ്കിൽ അതിനകത്ത് കയറിയപ്പോൾ നല്ല തണുപ്പായിരുന്നു. ഇങ്ങനെ വന്നിട്ടില്ല. ദീപ ഹൈസ്കൂളിൽ നിന്ന് ആദ്യമായിട്ട്. വേറെ എങ്ങോട്ടും വീട്ടിൽ നിന്നും പോയിട്ടില്ല. നല്ല രസമായിരുന്നു, അടിപൊളിയായിരുന്നു. ഈ നല്ല തണലായിരുന്നു. പിന്നെ ഒരു തുള്ളി വെയിലൊന്നും അറിയത്തില്ലായിരുന്നു, ചൂടൊന്നും ഇല്ലായിരുന്നു. നല്ല രസം. സാറിന്ന് പഠിപ്പിച്ച മരങ്ങളെ നടാനും വെള്ളം പാഴാക്കാതെ മരങ്ങളെ മുറിക്കാതിരിക്കാനും ഒക്കെയാണ് പഠിപ്പിച്ചത്. നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. പരിസ്ഥിതി ദിന പരിപാടികൾ ക്ലാസ് മുറികളിൽ നിന്നും മാറി കാടിന്റെ ഉള്ളിൽ ക്രമീകരിച്ചത് ദീപ ഹൈസ്കൂൾ ഹെഡ്മാസ്റ്റർ ഫിലിപ്പ് സെബാസ്റ്റ്യനാണ്. പരിസ്ഥിതി പ്രവർത്തകൻ കൂടിയായ സ്കൂൾ അധ്യാപകൻ ഷിജോ തോണിയാങ്കൽ പരിസ്ഥിതി ദിന സന്ദേശം നൽകി. കാട്ടിനുള്ളിൽ വെച്ച് കുട്ടികൾ പരിസ്ഥിതി സംരക്ഷണ പ്രതിജ്ഞയും എടുത്തു. ലോക പരിസ്ഥിതി ദിനത്തിന്റെ ഭാഗമായി ദീപ ഹൈസ്കൂളിലെ 8ാം ക്ലാസ്സിലെ കുട്ടികൾ കരുണാപുരം ഗ്രാമപഞ്ചായത്തിന്റെ പരിസ്ഥിതി ദിന സന്ദേശത്തിന്റെ പ്രചാരകരും പരിസ്ഥിതി ദിന ക്വിസ് മത്സരം, പ്രതിജ്ഞ, പരിസര ശുചീകരണം എന്നിവ പരിപാടിയുടെ ഭാഗമായി നടന്നു. കരുണാപുരം ഗ്രാമപഞ്ചായത്തിന്റെ പരിസ്ഥിതി സംരക്ഷണത്തിന്റെ ബ്രാൻഡ് അംബാസഡർമാരായി തങ്ങൾ മാറാൻ കുട്ടികളും തീരുമാനിച്ചു. ഇതോടൊപ്പം മൊശപ്പാറയിലെ ആമ്പൽക്കുളത്തിന്റെ സംരക്ഷണവും കുട്ടികൾ ഏറ്റെടുത്തതായി പ്രഖ്യാപിച്ചു. അവര് അവിടെ നിന്നുകൊണ്ട് ഒരു വലിയ പ്രതിജ്ഞ എടുത്തു. ഇനിയും നമ്മുടെ കരുണാപുരം ഗ്രാമപഞ്ചായത്ത്, നമുക്ക് ആ ഒരു ചുറ്റുപാടാണ് നമുക്ക് ഇപ്പോൾ നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഉള്ളത്, നമ്മുടെ സമീപത്തുള്ളത്. ആ പ്രദേശത്തെ പരിസ്ഥിതിയുടെ സംരക്ഷകരാകാനും അതിൻ്റെ പ്രചാരകരായി മാറാനും ചുറ്റുപാടുള്ള നിരവധി ആളുകളിലേക്ക് ഈ സന്ദേശം എത്തിക്കുന്ന ബ്രാൻഡ് അംബാസഡറേഴ്സായി ഇവർ മാറും എന്നൊരു വലിയ പ്രതിജ്ഞയാണ് അവിടെ ആ ഒരു വെള്ളിക്കുടിന്റെ ഉള്ളിൽ നിന്ന് അവരെടുത്തത്. സ്കൂളിലെ വിവിധ സംഘടനകളായ NCC, SPC, സ്കൗട്ട് ആൻഡ് ഗൈഡ്, നാച്ചർ ക്ലബ്ബ് എന്നിവയുടെ നേതൃത്വത്തിലാണ് പ്രോഗ്രാം സംഘടിപ്പിച്ചത്. അധ്യാപകരായ ജസ്റ്റിൻ ജോസഫ്, അഗസ്റ്റിൻ, ലെനിൻ MK, നേച്ചർ ക്ലബ്ബ് കോർഡിനേറ്റർ ലിൻസി ജെയിംസ്, ഷീന മാത്യു എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, ഉടുമ്പൻചോല.